കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാങ്കിംഗ് പ്രതികൾ പെരുമാറിയത് ഗുണ്ടാ നേതാക്കളെ പോലെ. അറസ്റ്റിലായത് CPM അനുകൂല സംഘടനാ നേതാവും അംഗങ്ങളും. പിന്നെ CPM-മായിട്ടോ SFI-യുമായിട്ടോ എന്തെങ്കിലും ബന്ധം ശരിക്കും ഉണ്ടായിരുന്നെങ്കിൽ ഇതല്ലേ പുകിലിവിടെ. മനോരമ ഇന്ന് കേരളം കത്തിച്ചേനെ. ഫുൾ പേജ് വാർത്തകളുടെ അയ്യരുകളി, സപ്ലിമെന്റ്, അങ്ങനെ മനോരമ മുഴുവൻ കേരളത്തിലെ റാങ്കിങ് നടത്താൻ വേണ്ടി മാത്രം CPM-ന് ഒരു സംഘടന ഉണ്ടെന്ന് അടിച്ചു വെച്ച് അത് ന്യൂസ് ചാനൽ പ്രൈം ടൈം ചർച്ച. കോളേജുകളെ കുരുതിക്കളമാക്കി CPM. എങ്ങനെയുണ്ട്? ഇതൊന്നും നടന്നിട്ടില്ലല്ലോ. അപ്പൊ മനോരമ ഒന്ന് ഇട്ട് നോക്കിയതാണ്. തൽക്കാലം CPM ബന്ധം എന്ന് പറഞ്ഞു നോക്കാം. അത് തൂക്കി ആരെങ്കിലും വന്നാ ലാഭമായില്ലേ? അത് വെച്ച് കീച്ചി മേൽപ്പറഞ്ഞ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ പ്ലാൻ ചെയ്യാം. ഇത്രയും കുബുദ്ധി നല്ല രീതിക്ക് ഉപയോഗിച്ചിരുന്നെങ്കിൽ എവിടെയോ എത്തേണ്ട പത്രമായിരുന്നു. ഈ അടുത്ത് നടന്ന ബാക്കി വാർത്തകളിലും കൂടെ പത്രത്തിന്റെ ഒരു മൂഡ് നമ്മൾ നോക്കണം. എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട് ഒരു പാവം പിടിച്ച SFI-കാരനെ KSU-കാർ തറയിലിട്ട് തല്ലിച്ചതച്ചിട്ട് അതിന്റെ ഭീകര വീഡിയോ വെളിയിൽ വന്നിട്ടും ഇതേ പത്രം കൊടുത്തത് SFI KSU സംഘർഷം എന്നാണ്. കോൺഗ്രസ്സുകാർ ഉൾപ്പെട്ടിട്ട് സംസ്ഥാന വ്യാപകമായിട്ടൊരു സ്കാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. പകുതി വില തട്ടിപ്പ്. ആ വാർത്തയൊക്കെ ഓർമ്മയുണ്ടാവും. കഴിഞ്ഞിട്ടില്ല. വാളയാറിൽ മരിച്ച കുട്ടികളുടെ അമ്മയ്ക്ക് പങ്കുണ്ടെന്ന് കാണിച്ച് CBI-യുടെ കുറ്റപത്രം വന്നു. ഇപ്പം മനോരമയ്ക്കൊക്കെ CBI ആരാണെന്ന് പോലും അറിയാത്ത മൂടാണ്. പിന്നെ ഇന്നലെ മറ്റേ അദാനിക്ക് വേണ്ടി അതിർത്തി രക്ഷാ നിയമമൊക്കെ മോദിജി വേണ്ടെന്ന് വെച്ച സാഹചര്യം, അതൊക്കെ മനോരമയിൽ ഒരു മിന്നായം പോലെ കണ്ടാലായി. പക്ഷെ എവിടെ മോശപ്പെട്ട കാര്യം നടന്നാലും അതിലൊരു CPM ബന്ധം അത് നിർബന്ധ. എന്റെ പൊന്നെ മനോരമേ, ഒരു വാർത്ത മുഴുവൻ സത്യം എഴുതിയാൽ നിങ്ങളെ ഇൻസെന്റീവ് വല്ലതും കുറഞ്ഞു പോകും. കള്ളം പറയാനുള്ള ഇത്രയും വലിയ ആത്മാർത്ഥ കണ്ട് ചോദിച്ചു പോവുകയാണ്. ഇതേ പത്രമാണ് പണ്ട് ഏറ്റവും നല്ല പത്രം എന്ന മൂഡില് തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ കയ്യിൽ നിന്ന് പുട്ടുംകടലയും വാങ്ങിച്ചത്. എന്നിട്ട് ആ ലോഗോയുടെ കണ്ടതാ ഒരു ഭാഗത്തായിട്ട് എഴുതിയിട്ടുണ്ട് ധർമ്മോസ്മത് കുലദൈവതം. ധർമ്മമാണ് കുലദൈവമെന്ന്. സീത ഐറണി കേട്ടോ.